ഉറക്കത്തിൽ നിന്ന് എന്റെ കണ്ണോർ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഞാനിത് എവിടെയാന്ന് വെച്ചു. പിന്നെ മനസ്സിലായ ഞാൻ അമ്മ വീട്ടിലാണ്. ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു. പിന്നെ നേരെ ചെന്നത് അമ്മ വീട്ടിലേക്കാണ്. റൂമിൽ നിന്ന് നേരെ എണീറ്റ് താഴത്തേക്ക് നോക്കിയപ്പോൾ ചായ കുടിക്കാൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്റെ കസിൻ ചേച്ചി. എന്ത് സ്നേഹനിധിയെ ചേച്ചിയാ നോക്ക് എനിക്ക് കിട്ടിയത്. പിന്നെ വീണ്ടും കുറച്ചേരം നമ്മൾ അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചു. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നല്ലേ, ഇനിയിപ്പോൾ എന്തിനാ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ എന്റെ നെറ്റിരുന്ന് ലേസ് കഴിക്കണം. കുറച്ചേരം അവളിൽ നിന്ന് കൈയിട്ട് വരാൻ നോക്കി. അവൾ സമ്മതിക്കല്ല. പിന്നെ എങ്ങനെയൊക്കെ കൈയിട്ട് വരി ഉള്ളിൽ നിന്ന് എടുത്തു. പിന്നെ പുറത്തിറങ്ങി അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചെന്ന്. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒടുക്കത്ത മഴ, വെള്ളം വന്ന് കെട്ടി തുടങ്ങി ഇവിടെ. അങ്ങനെ കുറച്ചേരം മഴ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ തോളിലൊന്ന് സാധനം ഇരിക്കുന്നത്. തട്ടി കളഞ്ഞിട്ട് എന്താ പോണില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുന്നത്. റീൽ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതിനാണ് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ റീൽ എടുപ്പിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അമ്മ ഇരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കണം. അമ്മയ്ക്ക് കഞ്ഞി കുടിക്കണമെന്ന് ആഗ്രഹം. അപ്പോഴേക്കും ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞേ കഥ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് എന്നെയും കൊച്ചിനെ ഇവിടെ കൊണ്ടിരുത്തിയേക്കാണ്. എന്തിട്ടൊക്കെ വായിച്ച് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. മനസ്സിലാവണ പോലെ ഞാനും കൊച്ചിരിക്കുക. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. കുറച്ചേരം അതിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞത് ഈ കുരിപ്പിനോടും ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചധികം ഉണ്ട് നടക്കാൻ. ഒന്ന് നോക്കാന്നിട്ട് ഞാൻ അമ്മയും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു. പിന്നെ അങ്ങോട്ട് ബസ് കയറി. പിന്നെ നമ്മുടെ സ്വന്തം നാട് ചാലക്കുടി വന്നിറങ്ങി. പിന്നെ ഞാൻ അമ്മയും കൂടി പച്ചക്കറി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചു. എനിക്ക് വേണ്ടി മേടിച്ച ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അമ്മയ്ക്ക് കൊടുത്തു. ചാലക്കുടി വന്നിട്ട് ചായ കുടിക്കാണ്ട് പോയ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ മെയിൻ സ്പോട്ടായ മോടിക്ക് വിട്ടു. ഞാനൊരു ഉഴുന്നോടെ അമ്മ ഒരു വെജ് സാൻഡ്വിച്ചും പറഞ്ഞ് 2 ചായ മേടിച്ചു. അങ്ങനെ പിന്നെ അതും കുടിച്ച് പോണ വഴിയിൽ ഒടുക്കത്ത മഴ. അപ്പൊ പിന്നെ കയറുന്നോ റെയിൻകോട്ട് പോലും എടുത്തിട്ടില്ല. എവിടെ പോണെങ്കിലും റെയിൻകോട്ട് പോലും എടുക്കൂല. മഴ കുറഞ്ഞ പിന്നെ വണ്ടി എടുത്ത് പോയിട്ട് റോഡിന്റെ അവിടെ നോക്കിയപ്പോൾ ഇന്ന് പൈപ്പിന്റെ പണി. പിന്നെ നോക്കിയപ്പോൾ വെള്ളമൊക്കെ കെട്ടി കിടക്കണം. അത് കഴിഞ്ഞപ്പോൾ വീടെത്തിയപ്പോൾ ഒരു കുളി പാസ്സാക്കി. അപ്പൊ ഓക്കെ ബൈ.